നമസ്കാരം. തിരുവാനേക്കാവൽ ക്ഷേത്രം, മധുരമീനാക്ഷി ക്ഷേത്രം പോലെയുള്ള മഹത്തായ പഴയകാലത്തെ നിർമ്മിതികൾ കാണുമ്പോൾ സാങ്കേതിക വിദ്യ ഒട്ടും വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഇതെല്ലാം മനുഷ്യർ തന്നെ നിർമ്മിച്ചതോ എന്നൊരു സംശയം ആർക്കും തോന്നാം. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഭൂതങ്ങൾ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ഖഗൻമാത് ടെമ്പിൾ, മധ്യപ്രദേശ്. ഈ ക്ഷേത്രം മധ്യപ്രദേശിൽ മൊറേന ജില്ലയിൽ സിഹോണിയ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള മൂലവർ ശിവഭഗവാൻ ഭൂതനാഥ്, ഭോലേനാഥ് എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട കോവിൽ എന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്ന ലോകപ്രസിദ്ധിയുള്ള കോവിലാണിത്. മധ്യപ്രദേശിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഖഗൻമാത് കോവിൽ 11ാം നൂറ്റാണ്ടിൽ കച്ചപകട മന്നൻ കീർത്തിരാജ നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. അദ്ദേഹത്തിന്റെ പത്നി ഖഗൻവതിയുടെ പേരിൽ നിന്നാണ് ക്ഷേത്രത്തിന് ഖഗൻമാത് എന്ന നാമം വന്നത് എന്നും പറയപ്പെടുന്നു. അതല്ല, കനകം എന്ന വാക്കിൽ നിന്നാണെന്നും വാദമുണ്ട്. ജീർണാവസ്ഥയിലുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾക്കിടയിൽ സിമന്റോ ചുണ്ണാമ്പോ ഒന്നും തന്നെ പൂശിയിട്ടില്ല. ഓരോ കല്ലുകളും മേലെ മേലെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള നിർമ്മിതിയാണ് എന്നതാണ്. 115 അടി പൊക്കത്തിലുള്ള ഗോപുരത്തോടെ ഇതെങ്ങനെ സാധിച്ചു എന്നത് ഇന്നും ഗവേഷകർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. മുഖമണ്ഡപം, ബുധമണ്ഡപം, ഗർഭഗൃഹം എന്നിവ ഉൾക്കൊള്ളുന്ന ഖഗൻമാത് ക്ഷേത്രത്തിന്റെ പ്രധാന കരുവറയിൽ ഒരു ശക്തിയുള്ള ശിവലിംഗമുണ്ട്. ഭഗവാന്റെ നാമം ഭൂതനാഥ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും 4 ഉപക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായും അതെല്ലാം വിദേശ പടയോട്ടങ്ങളാലും പ്രകൃതിക്ഷോഭങ്ങളാലും നശിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ക്ഷേത്രമുറ്റത്തുണ്ട്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് പോകുന്തോറും ക്ഷേത്ര ചുമരിലെ കല്ലുകൾ ആടുന്നതായും തൊട്ടാൽ വീഴും എന്ന് തോന്നലുളവാക്കുന്ന രീതിയിൽ മനുഷ്യ മനസ്സുകളെ ഭയപ്പെടുത്തും എന്നാണ് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. എപ്പോൾ വേണമെങ്കിലും വീഴുമെന്ന് തോന്നുമെങ്കിലും കനത്ത മഴയെയും കാറ്റിനെയും അതിജീവിച്ച് 1000ഓളം വർഷങ്ങൾ പിന്നിട്ട ഈ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ രഹസ്യം ഇത് ഭൂതഗണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതിനാലാണെന്നാണ് ഗ്രാമവാസികളുടെ ഭാഷ്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പുരാണപ്രകാരം ഒറ്റ രാത്രി കൊണ്ട് തനിക്കൊരു കോവിൽ നിർമ്മിക്കണമെന്ന് ശിവഭഗവാൻ തന്റെ ഭൂതഗണങ്ങളോട് ഉത്തരവിട്ടതിന് പ്രകാരം ശിവഭൂതഗണങ്ങൾ നേരം പുലരുന്നതിന് മുമ്പ് നിർമ്മിച്ച കോവിലാണിതെന്നാണ് പറയുന്നത്. കോവിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നേരം പുലർന്നതിനാൽ നിർമ്മാണം നിർത്തിവെച്ച് ഭൂതങ്ങൾ പോയതിനാലാണ് ക്ഷേത്രം ഇന്നും പണി പൂർത്തിയാവാതെ നിൽക്കുന്നത് എന്നാണ് ഐതിഹ്യം. വേറൊരു കഥ പ്രകാരം ശതവാഹന വംശത്തിലെ മന്നൻ കീർത്തിരാജൻ ഈ പ്രദേശത്തെങ്ങും ശിവൻകോവിൽ ഇല്ലാത്തതിനാൽ ശിവഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു കോവിൽ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പക്ഷേ പല തടസ്സങ്ങൾ കൊണ്ട് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കാനാവാതെ വന്നപ്പോൾ തീവ്ര ശിവഭക്തനായ രാജാവ് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറ്റിത്തരാൻ അഭ്യർത്ഥിച്ചു. ഭഗവാൻ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒറ്റ രാത്രി കൊണ്ട് ഭൂതഗണങ്ങളാൽ ക്ഷേത്രം നിർമ്മിച്ചു തരാമെന്നും പക്ഷേ ഒറ്റ മനുഷ്യൻ പോലും അതിന് സാക്ഷിയാവാൻ പാടില്ല എന്നും ഉത്തരവിട്ടു. രാജാവും അത് സമ്മതിച്ചു. പിറ്റേന്ന് സൂര്യാസ്തമയത്തിന് ശേഷം പ്രജകൾ ആരും തന്നെ ജനലോ വാതിലോ തുറക്കാൻ പാടില്ലെന്നും എന്തൊക്കെ ശബ്ദം കേട്ടാലും സൂര്യോദയം വരെ ആരും തന്നെ വീടിന് പുറത്തു വരരുതെന്നും രാജാവ് വിളംബരം ചെയ്തു. ഈ വാർത്ത കേട്ട ജനങ്ങൾ സൂര്യാസ്തമയത്തോടെ ജനലും കതകുമടച്ച് വീടിനകത്തിരുന്നു. രാത്രിയുടെ വിജനതയിൽ പാറക്കല്ലുകൾ വീഴുന്ന ശബ്ദവും കരിങ്കല്ലിൽ ഉളി പതിക്കുന്ന ഭയങ്കര ശബ്ദങ്ങളും ഭീതിയോടെ ജനങ്ങൾ കേട്ടു. രാജകൽപ്പനയെ ഭയന്ന് ജനങ്ങൾ ആരും തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷെ ഒരു ചെറിയ കുട്ടി ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് ജിജ്ഞാസയോടെ ജനൽ തുറന്നു നോക്കി. ആ കുഞ്ഞ് ഭൂതങ്ങളെ കണ്ടതും ഭൂതങ്ങൾ അതുവരെ ചെയ്തിരുന്ന ജോലി നിർത്തിവെച്ച് അപ്രത്യക്ഷരായി എന്നാണ് കഥ. ഈ കഥ സാധൂകരിക്കും വകയിൽ 90% പണിതീർന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ പണി പൂർത്തിയാക്കാതെയും സൂക്ഷ്മമായ കൊത്തുപണികളുള്ള ശില്പങ്ങൾ മിനുസപ്പെടുത്താതെയും കാണപ്പെടുന്നു. പിന്നീട് രാജാവിന്റെ പിൻതലമുറക്കാർ എത്ര ശ്രമിച്ചിട്ടും കോവിൽ നിർമ്മാണം ശരിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ചരിത്രം. ഈ ഗർഭഗൃഹത്തിനുള്ളിലെ ശിവലിംഗം അമാനുഷ്യ ശക്തിയുള്ളത് എന്ന വിശ്വാസത്തിൽ രാത്രിയിൽ ആരും വിജനമായ സ്ഥലത്തുള്ള ഈ കോവിൽ സന്ദർശിക്കാൻ മുതിരാറില്ല എന്നാണ് പറയുന്നത്. 10 കിലോമീറ്റർ ദൂരത്തു നിന്ന് ഖജുരാഹോ കോവിലിനോട് സാദൃശ്യമുള്ള ഈ ക്ഷേത്രം യാത്രികർക്ക് കാണാം. രാത്രികാലങ്ങളിൽ ഈ ക്ഷേത്രം മനുഷ്യ മനസ്സുകളെ ഭയപ്പെടുത്തുന്ന പ്രേതകുടീരം പോലെ തോന്നിക്കുമെന്നതാണ് ഭക്തജന ഭാഷ്യം. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് പൂജകളോ വഴിപാടുകളോ ഒന്നും തന്നെയില്ല എന്നാണ് വിവരം. ഭൂതങ്ങളാണ് ഈ കോവിൽ ഇന്നും സംരക്ഷിക്കുന്നത് എന്നൊരു വിശ്വാസവും ഇവിടെ പ്രബലമായുണ്ട്. ഭൂതങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച കോവിൽ എന്ന് പ്രസിദ്ധിയുള്ള ഈ ഖഗൻമാത് കോവിലിൽ ചരിത്രകാരന്മാർ ഗവേഷണം നടത്തിയപ്പോൾ ഇതിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ ചുറ്റുപ്രദേശങ്ങളിലൊന്നും കിട്ടാത്തതാണ് എന്നും വളരെ പ്രാഗൽഭ്യമുള്ള പണിക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാനായി. സാങ്കേതിക വിദ്യകൾ ഒട്ടും വികസിക്കാത്ത ആ കാലഘട്ടത്തിൽ സിമന്റോ ചുണ്ണാമ്പോ ഉപയോഗിക്കാതെ 115 അടി പൊക്കത്തിൽ കല്ലുകൾ അടുക്കി വെച്ച് മനുഷ്യർ ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നതിന് ശരിയായ വിശദീകരണം നൽകാൻ ഗവേഷകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഭൂതങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന ഗ്രാമവാസികളുടെ വിശ്വാസത്തെ തള്ളിക്കളയാനുള്ള തെളിവുകളൊന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടുമില്ല. ഈ ക്ഷേത്രം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഗ്വാളിയോറിൽ നിന്ന് 60 കിലോമീറ്റർ,
മൊറേനയിൽ നിന്ന് 30 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മൊറേന. അടുത്തുള്ള വിമാനത്താവളം ഗ്വാളിയർ എയർപോർട്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.